റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധം കഴിഞ്ഞ 2 വർഷമായി നടക്കുന്നു. ഇസ്രയേൽ ഇറാൻ യുദ്ധം ഈ കഴിഞ്ഞ ഒരാഴ്ചയായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് നിർത്തുവാൻ ഇവിടുത്തെ ഭരണാധികാരികൾ, വലിയ സമ്പന്ന രാഷ്ട്രങ്ങളിലെ പ്രധാനികൾ നോക്കിയിട്ടും ഇതിനെ നിർത്തുവാൻ കഴിയുന്നില്ല. കാരണം ക്രിസ്തു പറഞ്ഞ നഗ്നസത്യങ്ങൾ അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിയോട് എതിർക്കും. നമുക്കറിയാം, മണിപ്പൂരിൽ കഴിഞ്ഞ 2-3 വർഷമായി 2 ജാതികൾ തമ്മിലുള്ളതായ പ്രശ്നങ്ങൾ നടന്ന് അനേക ജനങ്ങളെ കൊന്നുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് ഇതൊന്ന് നിർത്തുവാൻ നോക്കിയിട്ട് ഇതുവരെയും കഴിഞ്ഞില്ല, അത് കഴിയുകയും ഇല്ല. കർത്താവ് പറഞ്ഞതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതിയോട് എതിർക്കും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും, ഭൂകമ്പമുണ്ടാകും. അതേ ഭൂകമ്പം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭൂകമ്പമുണ്ടായി. ആയിരക്കണക്കിന് വീടുകൾ ഭൂമിക്കടിയിലായി. മനുഷ്യന്റെ നിലവിളി ഭൂമിക്കടിയിൽ നിന്ന് കേട്ടു. പക്ഷേ ആർക്കും രക്ഷിക്കുവാൻ കഴിയുന്നില്ല. സാങ്കേതിക വിദ്യ വളരെ മുന്നോട്ട് കുതിച്ചുയർന്നെങ്കിലും ഇന്നുവരെ ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയുന്നില്ല എന്നുള്ള സത്യമാണ്. സാങ്കേതിക വിദ്യ കൊണ്ട് എന്താണ് പ്രയോജനം? ഇതൊന്നും പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയുന്നില്ല. പ്രിയ സ്നേഹിത, എന്താണ് ഇതിന്റെ അർത്ഥം? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒരു കരിക്കട്ട തീയിൽ നിന്ന് എടുത്ത് വെളിയിലിട്ടാൽ ആ കട്ട തീക്കട്ട കരിക്കട്ടയായി മാറുന്നു.